അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിന്റെ പോരിശ കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, നമ്മുടെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, ഒട്ടനവധി ആളുകൾ പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത സന്തോഷത്തോടെ പറയും, ഉസ്താദേ ഞങ്ങൾ മുടങ്ങാറില്ല, ഞങ്ങളെ ദുആയിൽ ഓർക്കണമെന്ന് പറയാറുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, എല്ലാവിധ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സീസൺ രോഗങ്ങൾ, പലർക്കും വൈറൽ പനിയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ കൗണ്ട് കുറയുന്ന പ്രയാസങ്ങൾ പലർക്കും ഇപ്പോൾ ഒരു പനിയുടെ ഒരു സീസണിൽ ഒട്ടനവധി ആളുകൾ ചുമ, അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ജലദോഷം, അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ. പലപ്പോഴും നമ്മുടെ മക്കൾ സ്കൂളിൽ പല ദിവസവും ഓഫാണ്, പോകാൻ കഴിയുന്നില്ല, അബ്സെന്റ് ആവുകയാണ്, രോഗമാണ്, പ്രയാസമാണ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശുറൂറുകളും, എല്ലാവിധ ബലാ മുസീബത്തുകളും, എല്ലാവിധ രോഗങ്ങളും പാടെ മാറ്റിയിട്ട് നമുക്ക് ഫറഹും സുറൂറും സന്തോഷവും ഹാപ്പിനെസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുടങ്ങാതെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക, ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. അത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്. കാരണം അല്ലാഹുവിൻ്റെ വഴിയിലാണ് നമ്മളുടെ ഈ ഒരു മജ്ലിസിലും നമ്മുടെ ക്ലാസ്സിലും നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരും, പലരും നമുക്ക് വേണ്ടപ്പെട്ട ഒട്ടനവധി കടപ്പാടുകളുള്ള ഒട്ടനവധി ആളുകൾ ഖബറിലാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം റാഹത്തും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച, എമ്പാടും പോരിശകൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു മഹനീയമായ രാത്രിയിലാണ് ഇന്നത്തെ ദിക്ർ, സ്വലാത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം ജീവിതത്തിൽ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന, ഇതൊക്കെ മരിച്ചു എന്നിട്ടല്ലേ ഖബറിലല്ലേ, അല്ല, ജീവിതത്തിൽ തന്നെ ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും മജ്ലിസുകളുടെയും പുണ്യം നമുക്ക് നേടാൻ പറ്റും. ആ ഒരു മനസ്സ് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് സൂറത്തുൽ മുൽക്കാണ് പാരായണം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. അത് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അള്ളാഹിന്റെ വലിയ തൗഫീഖുള്ള ആളുകൾ, വലിയ തൗഫീഖ് നസീബായിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന അമലാണ്. കാരണം സൂഫിയാക്കൾ മുഴുവനും മുടങ്ങാതെ കൊണ്ടുപോയ അമലാണ് സൂറത്തുൽ മുൽക്കിന്റെ പാരായണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير.
وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ജീവിതത്തിലെ എത്ര വലിയ പ്രയാസവും എത്ര വലിയ രോഗവും എത്ര വലിയ പൈശാചികമായ ഷെറുകളും ഈ പരിശുദ്ധ വചനം കൊണ്ട് മാറും. ഈ ഒരു ആയത്ത് 28 തവണ അൽഹംദുലില്ലാഹ് നമുക്ക് ദിവസവും ഓതാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ കഴിഞ്ഞാൽ അന്നത്തെ കാര്യം സലാമത്താണ്. കാരണം ഈ സലാമത്തിന്റെ ആയത്താണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് അത് പരിശുദ്ധമായ വചനം 28 തവണ പാരായണം ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം,
سلام قولا من رب رحيم 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 ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി സയ്യിദനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമുണ്ടാക്കി കൊടുത്ത നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു മാപ്പാക്കും, നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു പരിഹരിക്കും. അതിന് പറ്റിയ ദുആയാണ്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലുക. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين يا رب العالمين بارك الله تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ള ദുആ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരും ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കാനും മക്കളൊക്കെ അനുസരണയുള്ള മക്കളാകാനും ഫാമിലിയിൽ ഭാര്യ ഭർത്താക്കൾ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാനും ചില്ലറ പിണക്കങ്ങളൊക്കെ മാറി വൈരാഗ്യങ്ങളൊക്കെ പോയി കുടുംബജീവിതം സന്തോഷമാകാനും മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ വലിയ റാഹത്തുണ്ടാകാനും പറ്റിയ പ്രഗത്ഭമായ ഖുർആൻ പറഞ്ഞ ദുആയാണ് ഇനി നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വേണം, ബറക്കത്ത് വേണം, ആ നിയ്യത്തിൽ എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما تقبل الله آمين يا رب العالمين. ഇനി നമുക്ക് ഓതാനുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, സഹോദരന്മാർ, നമ്മുടെ ചെറുപ്പക്കാർ, അവർ ബന്ധപ്പെടുന്ന മേഖല മുഴുവനും കച്ചവടമായാലും മറ്റു സ്ഥാപനങ്ങളായാലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അവർ ബന്ധപ്പെടുന്ന ഏതു മേഖലയും വിജയിച്ച് കിട്ടാൻ, പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്ന കച്ചവടങ്ങൾ, സംരംഭങ്ങൾ, പുതിയ ഇടപാടുകൾ, അതിലെല്ലാം ബറക്കത്തുണ്ടാകാൻ, ഭർത്താക്കന്മാരുടെ ജോലിയിൽ ഖൈറുണ്ടാകാനും നമ്മളുടെ വസ്വാസികളൊക്കെ മാറി അള്ളാഹുവിൻ്റെ വിശ്വാസം ഉറച്ചു കിട്ടാനും ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഖൈറ് കൊണ്ടുവന്ന് തരാൻ അള്ളാഹുവിൻ്റെ
7 ഔലിയാക്കൾ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ റാഹത്തായി വിളിച്ചു പറഞ്ഞ ദുആ സൂറത്തുൽ കഹ്ഫിലെ ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഓതാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി എൻ്റെ കൂടെ ഓതാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഓതാനുള്ളത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും പ്രഗൽഭമായ ഖുർആനിൻ്റെ ആയത്ത്, ഖുർആനിൻ്റെ ആയത്തുകളുടെ അധ്യക്ഷരാണെന്ന് പറഞ്ഞ, ഖുർആനിൻ്റെ ആയത്തുകളുടെ ഏറ്റവും അഫ്ളലായ ആയത്താണെന്ന് പറഞ്ഞ സയ്യിദു അൽ ഖുർആൻ. അതിൽ അല്ലാഹുവിൻ്റെ 2 ഇസ്മുകളുണ്ട്. ഒരിക്കലും നടക്കില്ലാത്ത അത്ഭുതങ്ങൾ വരെ മഹാന്മാർ സിമ്പിളായിട്ട് നടത്തിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അത് ചൊല്ലിയിട്ടുള്ള ദുആ, അത് ഓതിയിട്ടുള്ള മജ്ലിസ് വല്ലാത്ത ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗൽഭമായ അല്ലാഹുവിൻ്റെ 2 നാമങ്ങളാണ്. ആ നാമങ്ങളാണ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ എൻ്റെ കൂടെ ചൊല്ല, ഖൽബ് കൊണ്ട്, നാവ് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ല. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. حسبي الله ونعم الوكيل، نعم المولى ونعم النصير. 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 أعوذ بالله من الشيطان الرجيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ഓതാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്ക് പരിചയമുണ്ട് നമ്മുടെ കടങ്ങൾ ബാധ്യതകൾ വീട്ടപ്പെടാൻ, നമ്മുടെ വിഷമങ്ങൾ ഗമ്മുകൾ മാറാൻ ഏറ്റവും ബലവത്തായ എഫക്റ്റീവായ ദുആയാണ്. അത് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഓതുക. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക ബൈത്ത് അറിയാലോ, 40 കാഫുള്ള ബൈത്ത്. ആ ബൈത്ത് റാഹത്തായിട്ട് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് മഹാന്മാരായ സൂഫിയാക്കൾക്ക് മാത്രം കിട്ടുന്ന നിഅമത്താണ്. ആ നിഅമത്താണ് അല്ലാഹു നമുക്ക് തുറന്നു തന്നത്. എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അൽഹംദുലില്ലാഹ്. അത് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വട്ടം ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ തന്നെ വലിയ മഹാഭാഗ്യമാണ്. അതാണ് നമ്മൾ ഓതുന്നത്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ റാഹത്തായിട്ട് എല്ലാവരും ഓതുക. كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي
كوكب الفلك كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلك كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلك. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മറ്റൊരു ബൈത്താണ്. എന്താ ബൈത്തിന്റെ പ്രത്യേകത? മാത്തഅലൽ ഈമാൻ മിൻ ഗൈരി ശക്കിൻ. ഇത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മരിച്ചാൽ മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും. ആ മരണം ഈമാൻ ഉറപ്പായി മരിക്കുമത്രേ. ഒരിക്കലും ഈമാൻ പതറൂല്ല. ഉറപ്പായിട്ടും മഹാന്മാർ നമുക്ക് ഗ്യാരണ്ടി പറയുന്ന പരിശുദ്ധമായ ബൈത്താണ്. അത് തൗബയുടെ ബൈത്താണ്. നമ്മുടെ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയാ, ഞങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ല എന്ന് പറയാ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല, കഴിവില്ല എന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് തൗബ വേണമെന്ന് പറയാ. ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ആ ഒരു ബൈത്താണ് ഇനി പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗത്ഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ الجلال والإكرام
يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام أستغفر الله العظيم إنه كان غفارا 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 അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ഈ പോരിശയാക്കപ്പെട്ട പരിശുദ്ധമായ മുഹറമിന്റെ വെള്ളിയാഴ്ച രാവിൽ ഏറ്റവും പ്രഗത്ഭമായ അമൽ എന്താണെന്നറിയോ? സ്വലാത്താണ്. പുണ്യ ഹബീബിന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഹബീബിനെ കാണിച്ചു കൊടുക്കുന്ന സ്വലാത്താണ് ഇന്നത്തെ സ്വലാത്ത്. അതിനിടയിൽ മലക്കുകളില്ല. ആ പോരിശയാക്കപ്പെട്ട എന്തുകൊണ്ടും നമുക്ക് ബറക്കത്ത് കിട്ടുന്ന സ്വലാത്തുകളാണ് നമ്മളിവിടെ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في
في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على النور واهله 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 اللهم صل على النور واهله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതണം. അത് നമ്മൾ ഖബറിൽ ചെന്നാൽ ഖബറിൽ സന്തോഷം ഉണ്ടാകണം. നമ്മുടെ വേണ്ടപ്പെട്ട ഖബറിൽ ആരൊക്കെയുണ്ടോ, ഒരുപാട് പേരുണ്ടല്ലോ, പേരെടുത്ത് പറയാൻ പറ്റൂല, നമ്മുടെ ഓരോരുത്തർക്കും ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഖബറിൽ സന്തോഷം ഉണ്ടാകണം. പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ വഫാത്തായി പോയ ഒട്ടനവധി, ഈ മുഹറം മാസത്തിൽ വഫാത്തായവരുണ്ട്, കഴിഞ്ഞു പോയ ഓരോ മുഹറമിലും വഫാത്തായി പോയ ഒട്ടനവധി സ്വാലിഹീങ്ങളുണ്ട്. അവരെയൊക്കെ കൽബിൽ നിയ്യത്ത് ചെയ്യുക, കൽബിൽ ചേർക്കുക. എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഒരു ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പാടിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ നിന്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിശുദ്ധമായി രാവിന്റെ ബറക്കത്ത് കൊണ്ട് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിലേക്കും നാളെ മഹ്ശറിലേക്കും നീ ഹിസാബിന് വേണ്ടി ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ അല്ലാ. നിങ്ങളുടെ വിഷമങ്ങള് പ്രയാസങ്ങള് അല്ലാഹുവേ കടങ്ങള് മാനസികമായ ടെൻഷൻ പല നിലക്കുമുള്ള വിഷമങ്ങളുള്ളവരാണ് റബ്ബേ, പല നിലക്കുമുള്ള രോഗങ്ങളുള്ളവരാണ് അല്ലാ. എല്ലാറ്റിനും ശാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, എല്ലാ വിഷമങ്ങളും മാറ്റണേ റബ്ബേ. പടച്ചവനെ മാരകമായ രോഗങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും നിങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. അല്ലാഹുവേ ഹാഫിയത്തോടെ ഞങ്ങൾ ഈ നേരം വരെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത്, ദുആ ചെയ്യുന്നത്, ആവേശത്തോടെ ആമീൻ പറയുന്നത് റബ്ബേ ഞങ്ങൾ കേവന്മാരായതുകൊണ്ടല്ല അല്ലാ, നിന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ടാണ്. അല്ലാഹുവേ നീ റഹ്മത്ത് ചൊരിഞ്ഞു നൽകണേ അല്ലാ. പടച്ചോരേ എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വട്ടം പറഞ്ഞു കിട്ടിയാ പിന്നെ സ്വർഗത്തിൽ പോകുന്നുള്ളതിൽ സംശയിക്കാൻ പോലും പാടില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ മഹാഭാഗ്യം റബ്ബേ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് തരണേ അല്ലാ. നിങ്ങളുടെ ഈ നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടുമൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാണ്. നീ മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മജ്‌ലിസിൽ വരുമ്പോ ദുആ ചെയ്യുമ്പോ ആമീൻ പറയുമ്പോ ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാ. പീഡിതരായ മുഴുവൻ വിശ്വാസികൾക്കും നീ വിജയം കൊടുക്കണേ അല്ലാ. പടച്ചോരേ അല്ലാഹുവേ മാരകമായ പകർച്ചവ്യാധികളും വൈറസ് ബാധയും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. പടച്ചോരേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു പരീക്ഷണവും നീ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ മുഴുവൻ പേർക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഒരുപാട് പേര് മുറാദ് ഹാസിലാകാൻ പറഞ്ഞു, മുറാദ് ഹാസിലാക്കണേ അല്ലാ. രോഗം മാറാൻ പറഞ്ഞു, രോഗം മാറ്റണേ റബ്ബേ. ജോലിയില്ലാത്ത, വീടില്ലാത്ത, മക്കളില്ലാത്ത റബ്ബേ പല നിലക്കും വിഷമങ്ങൾ ഉള്ളവരുണ്ട്. ആ വിഷമങ്ങൾ തീർക്കാൻ ഈ ദുനിയാവിലെ മുഴുവൻ ആളുകൾ വിചാരിച്ചാലും പറ്റൂലല്ലോ റബ്ബേ. നീ തീരുമാനിക്കണമല്ലോ അല്ലാ, നിന്റെ ഖളാ വേണമല്ലോ റബ്ബേ. റബ്ബേ നീ അവരെയും ഞങ്ങളെയും സഹായിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ റബ്ബേ നെറ്റിത്തടം വിയർത്ത് മരിക്കാറുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ സൂറത്തുൽ മുൽക്ക് ഒരു ദിവസവും മുടങ്ങാതെ ചൊല്ലാനും ഓതാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസും മജ്‌ലിസും മുടങ്ങരുതേന്ന് നല്ല നെയ്യത്തോടെ അല്ലാഹുവേ അതിൻ്റെ തുടക്കം തന്നെ ഓടി വരുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, ദുആ ചെയ്യുന്ന സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇതിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നിനക്കറിയാമല്ലോ റബ്ബേ. അത് നിന്റെ ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ ഖിദ്മത്താണ് ദീനിന്റെ ഖിദ്മത്ത്. ഇമാം നവവി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഏറ്റവും അഫ്ളലു ത്വാഅത്ത് ദീനിന്റെ ഉലൂമുകൾക്ക് വേണ്ടിയുള്ള ഖിദ്മത്താണ് റബ്ബേ. അത് സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ ഖബൂലാക്കി നിനക്ക് പൊരുത്തപ്പെട്ട അടിയാറുകൾ ചേർക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.
സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വആഖിർ ദഅവതീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.